മലയാളിയാണ് അല്ലേ? എന്താ പേരെന്ന് പറഞ്ഞത്? ഹരികൃഷ്ണൻ. ഒരു രാത്രിക്ക് 1000 രൂപയാണ്. ഉണ്ടോ? എനിക്കൊരു ഉമ്മ മാത്രം മതി. പിന്നെ കുറച്ച് കിന്നാരം പറയണം. അതൊക്കെയാണല്ലോ രസം. ഞാൻ ഈ കുടുക്ക ഒരു വഴിപാടിന് വെച്ചിരുന്നതാണ്. വഴിപാട് ഇനിയും കഴിക്കാമല്ലോ. അല്ലെങ്കിൽ ഇത് തന്നെ വഴിപാട്. 100 കൂടായി. ഇതെന്താ ഇങ്ങനെ? അടുത്ത 48 മണിക്കൂറിനകം ഇവിടുന്ന് പോകാനാ ഓർഡർ. പിന്നെ ഇങ്ങോട്ട് വരാനൊക്കില്ല. ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ തന്നെ തീർത്താൽ നാളെ സമാധാനമായിട്ട് പുതിയ തെണ്ടൽ തുടങ്ങാമല്ലോ. ഒരു 15 പൈസയുടെ കുറവുണ്ട്. ഒരു മലയാളി എന്നുള്ള കൺസെഷൻ തരണം. ഈ 15 പൈസയുടെ കുറവിൽ എൻ്റെ ഒരു മോഹം നടക്കാതിരിക്കാൻ പാടില്ലല്ലോ ചേച്ചി. ഈ തൊഴിലിന് ഭാഷയായിട്ട് ബന്ധമൊന്നുമില്ല. എവിടെ സുന്ദരിക്കുട്ടി കിരൺ? എൻ്റെ ഈശ്വര, പല ജാതിയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരെണ്ണം ആദ്യമായിട്ടാ. പണിയെല്ലാം പോയി. ഞാനിവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ. അതിനു മുമ്പ് എന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടംന്ന് വെച്ചാ, നീ കൊള്ളാം, ബെസ്റ്റ് ചരക്ക. കൊള്ളാമെന്ന് എന്തിനെ ഞങ്ങളുടെ നാട്ടില് നല്ല ചരക്കെന്ന് പറയും. നാട്ടില് പൂവാലന്മാര് പെമ്പിള്ളാരെ കാണുമ്പോ കളിയാക്കി വിളിക്കും, ഡി ചരക്ക ഡി. ഹിന്ദിയില് മാట్లాടലുണ്ടേ. ദാരു പീനേക്കെ ബാദ് മുझे ഹിന്ദി നഹി ആതാ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വരൂല. ഹിന്ദിയില് അച്ഛൻ മാൽ. ഞങ്ങളുടെ നാട്ടില് പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ തന്ത. മനുഷ്യര് മനസ്സിലാകുന്ന ഭാഷയെ പല കൊച്ച്. 1000 രൂപ നുള്ളിപ്പറക്കി കൊടുത്തിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. നീ എന്നെ ഇവിടെ കിടത്തി ഉറക്കിക്കളയല്ലേ. നമുക്ക് ഇന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട്. ആദ്യം നീ എനിക്കൊരു ഉമ്മ. ഉമ്മ ഉമ്മ ഉമ്മ. നാട്ടിലെ മുസ്ലിം സമുദായക്കാര് അമ്മ എന്ന് പറയുന്നതിന് പകരം ഉമ്മ എന്ന് പറയും. അതൊരർത്ഥം. ചുടുചുംബനം ഉമ്മ. അതാ അലക്കണ്ട. ഉമ്മ ഉമ്മ. ചുമ്മാ ചുമ്മാ ദീദി ഉമ്മ ഉമ്മ താത്ത ഉമ്മ. ഓ മുദ്ദിലിവാല മുതലവാല് ഉമ്മ. ഇനി പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ തലേ കൂടെ മുണ്ടിട്ട് കാണിക്കുന്നു. ഇഷ്ടമാണോ നിനക്കെന്നെ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ് നിനക്ക്? 15 ഞാൻ തരും. 15 പൈസ. जो भी मेरे खिलाफ आवाज उठाएगा मैं उसे खत्म कर दूंगा. छोटा. ഇനിമേലിൽ ഇവിടെ വരുന്ന വരുമാനത്തിന്റെ പാതി ദിവസവും അബ്ബാസ്റ്റിയുടെ വീട്ടിലെത്തിച്ചിരിക്കണം. പിന്നെ ഇവിടെ ഒരു നൃത്തക്കാരുണ്ടല്ലോ, എവിടെയാണ്? പുറത്തു പോയിരിക്കുക. ഗണപതി പൂജ ദിവസം അവൾ അബ്ബാസ്റ്റിയുടെ വീട്ടിലേക്ക് അയക്കണം.
अगर कोई गलती हुई तो तू नहीं बचेगी। ये आखिरी मौका दे रहा हूं। എന്താ ഒന്നും മിണ്ടാത്തത്? ആകെ ഡിപ്രസ്ഡ് ആണല്ലോ. മടുത്തു. ഒരു ജോലിയും കിട്ടുന്നില്ല. 50,000 രൂപയാണ് അത്രേ ഒരു ജോലി തരാൻ. അത്രയും കാശ് കയ്യിലുണ്ടെങ്കിൽ ആർക്കാ ജോലിയുടെ ആവശ്യം? നിന്റെന്ന് വാങ്ങിച്ച കടം തന്നെ തിരിച്ചു തരാൻ നിവൃത്തിയില്ല. സാരില്ല, വലിയ ജോലിയൊക്കെ കിട്ടി ധാരാളം പണമൊക്കെ ആവുമ്പോൾ എല്ലാം പലിശയും ചേർത്ത് ഞാൻ വാങ്ങിച്ചോളാം. നടക്കുന്ന കാര്യം വല്ലതും പറ. ഞാൻ എന്തൊക്കെയാ നേർന്നിരിക്കുന്നതെന്നറിയോ? പക്ഷേ വലിയ ആളാവുമ്പോൾ ഈ പാവപ്പെട്ട ചായക്കടക്കാരി മറന്നു കളയരുത്. ശേഖർ, അണ്ണനും കൂടെ പോയാ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തു വന്നാലും അരിയണ്ണനായിരുന്നൊരു ധൈര്യം. അബ്ബാസ് അലിയുടെ ഓർഡറാണ്. ഇവിടുന്ന് പോകാതിരുന്നാല് അവന്റെ ആൾക്കാർ ഇവിടെ വന്ന് എന്നെ അടിച്ചിറക്കും. എനിക്ക് മാത്രമാവില്ല ഉപദ്രവം. എനിക്ക് ആരെയും പേടിയൊന്നുമില്ല. ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് വല്ലവൻ്റെയും തല്ലുകൊണ്ട് ചാവുന്നതാ. നിന്റെ കാര്യം മാത്രമല്ല, പാവം സർദാർജിയും ശേഖറും എല്ലാവർക്കും ശല്യമാവും. ഇത്രയും കാലം ഇവിടെ ഉള്ളവർ എന്നോട് കാണിച്ച സ്നേഹം മാത്രമാണ് ഞാൻ സമ്പാദിച്ച മുതൽ. അതെങ്കിലും ബാക്കി ഇവിടെ ഇരിക്കട്ടെ, അതാ ഞാൻ പോവാന്ന് വെച്ചത്. ഇവൻ ഇതുവരെ എണീറ്റില്ലേ? ഓ, ഉണന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ പോവാണ്. ഞാൻ പോവാണെന്ന്. എന്തു പറ്റി ശേഖരന്? കുഴപ്പമൊന്നുമില്ല. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നാളെ കാണാൻ ഒക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എന്താ അവനിത് ചെയ്യാൻ? മടുത്ത് കാണും. എല്ലാം സഹിക്കുന്നതിന് ഒരു അതിരല്ലേ. കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ കാണുന്നതാ. ബോംബെയുടെ ഏത് മുക്കിനും മൂലയിലും ഉണ്ട് റൗഡി. അവന്മാർക്ക് റാമോളി ജീവിക്കാനാ ഇവിടെ ഉള്ളവരുടെ വിധി. അബ്ബാസ് അലി അല്ലെങ്കിൽ അവനെ പോലെ വേറൊരു തൊട്ടി. ആ, ഇതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയാലേ ബോംബെ മുഴുവൻ കിടന്ന് ഓടാനേ സമയം കാണും. വാചകം അടിക്കാൻ എല്ലാവരും ഉണ്ട്. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. തല്ലുകൊണ്ട് ചാവുന്നതിന് പട്ടിണി കിടന്ന് ചാവുന്നതിനെക്കാട്ടിലും അന്തസ്സുണ്ട്. നീയൊക്കെ എൻ്റെ കൂടെ നിൽക്കാം. ആരില്ലെങ്കിലും ഞാൻ നിൽക്കാം. ചുമ്മാ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. കാശുണ്ടാക്കാനുള്ള വല്ല പണിയും തുടങ്ങണം. എന്ത് പണി? ചുരുങ്ങിയ ചെലവിൽ 10 കാശുണ്ടാക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ചാരായം വാറ്റാനോ? അല്ല, കുടിക്കാൻ. സാധനം ഉണ്ടാക്കി തന്നാ മതി, കൊണ്ടുപോയി കച്ചവടമാക്കി കാശുണ്ടാക്കി തരുന്നതിന് ഞാൻ ഏറ്റു. പോലീസ് പിടിച്ചാലോ? അബ്ബാസ് അലിയും പോലീസും ശാപ്പാട് എല്ലാം കൂടെ നടക്കില്ല. റെഡി ആണെങ്കിൽ പറ, തുടങ്ങാനുള്ള കാശ് ഞാൻ ഒപ്പിക്കാം. ഏയ്, അത് വേണ്ട. വല്ല കള്ളക്കടത്തും. എന്തോന്ന് എടുത്തു വെച്ച് കടത്തും? കള്ളക്കടത്തും. നീ പറഞ്ഞ തന്നെ മതി. ചാരായെങ്കിൽ ചാരായം. ഒരു ജോലിയില്ലാതെ ഇനിയും നിങ്ങൾക്കൊക്കെ ഒരു ഭാരമായി ജീവിക്കാൻ വയ്യ. വീട്ടിലെ സ്ഥിതിയാണെങ്കിൽ വളരെ കഷ്ടമാണ്. പാവം എൻ്റെ അമ്മ തൂത്തുവാരിയും പാത്രം മുറിയും പഠിപ്പിച്ചതാ. മോനെ ഒരു എഞ്ചിനീയർ ആക്കാൻ. താൻ മരിച്ചാൽ അത് മാറുമോ? ഗോവിന്ദൻകുട്ടി തന്നോട് വഴക്കിടുന്നതിൻ്റെ കാര്യം എനിക്കിപ്പം മനസ്സിലായി. ഗതി കെട്ടാലും ഉടുപ്പൊലയുന്ന പണി ചെയ്യാൻ തനിക്ക് മടിയാണ്. ദുരഭിമാനം. മോഹിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി മറ്റൊന്ന് കണ്ടെത്തണം. ചീപ്പ് മാനുവൽ ലേബർ ആണെങ്കിലും. ഞാൻ എന്തും ചെയ്യാം. എങ്കിൽ ജോലി ഞാൻ തരാം. ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഒന്നും ആവശ്യമില്ല. പക്ഷെ കോട്ടും സൂട്ടും ഒന്നും ഇടാൻ പറ്റില്ല. ദേഹം അനങ്ങി പണി ചെയ്യേണ്ടി വരും. എന്താ ഇത്? ഇനി ഇതായിട്ട് എന്തിനാ ബാക്കി? നിന്റെ അമ്മ തൂത്തും തുടച്ചും കഷ്ടപ്പെട്ടത് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ലേ? പഠിച്ചു തന്നെങ്കിലും ഉപകരിക്കും. എത്ര കന്നാസ് റെഡി ആയിടേ? 3 കന്നാസ് റെഡി. 3 എണ്ണോ? വെളുപ്പാങ്കാലം തുടങ്ങിയല്ലേ? ഇത്രയാണല്ലോ. ഇവിടെ കിടന്ന് തല്ലുകൂടാനാണ് പരിപാടിയെങ്കിൽ ഞാനിതെല്ലാം പൂട്ടിക്കെട്ടി എൻ്റെ പാട്ടിന് പോകും. മാട്ടും കയ്യിലൊക്കെ ഉള്ള നാരങ്ങ റെഡിയാ. നീ എടുത്ത് വണ്ടി കയറ്റ.
എന്താടാ കാർലി? ചോദിച്ച കേട്ടില്ലേ? അത് ഞങ്ങളറിയാതെ പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കാനല്ലടാ. നീയാണോ ഇവരുടെ പുതിയ നേതാവ്? എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട്? എത്ര കാശുണ്ടാക്കിയടാ? എന്താടാ വായന നാക്കില്ലേ? ആരൊക്കെയാണ് നിന്റെ ചിങ്കിടികള്? പറയടാ, പറയടാ, പറയാൻ, പറയടാ പട്ടി. എടാ നീ എന്താ കുട്ടി കാട്ടിയത്? മനുഷ്യനെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അബ്ബാസ് അലിയോട് ആളെ അടിച്ചവങ്ങളെ യാരെയെങ്കിലും ഉയരോടെ വിട്ടതല്ല. അയാൾ അറിഞ്ഞാ പിന്നെ ഇവിടെ ചോര കളമായിരിക്കും. झगड़ा करने से पहले ये भी सोचना था कि दूसरों को भी तकलीफ होगी. അബ്ബാസ് ഇവിടെ വന്നിറങ്ങിയാൽ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെ വെച്ചേക്കില്ല. എത്ര നാൾ അവന്മാരുടെ തല്ലുകൊണ്ട് ഇങ്ങനെ ജീവിക്കും? ഇത്രയും നാള് ഞങ്ങൾ ഇങ്ങനെയല്ലേ ജീവിച്ചോണ്ടിരുന്നത്? മര്യാദയ്ക്ക് അവര് ചോദിക്കുന്നതും കൊടുത്തോണ്ടിരുന്നാലേ ഒരു കുഴപ്പം ഉണ്ടാവില്ല. കഷ്ടപ്പെടാൻ നമ്മൾ ബോസിന് സൂക്കി അവന്മാരും അല്ലേ? നീ മിണ്ടി പോവരുത്. എല്ലാത്തിന്റെയും ശവം ഉടനെ കാണാം. ആരുടെയും ശവം ആരും കാണാൻ പോകുന്നില്ല. അബ്ബാസ് അലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയി അയാളെ കണ്ടോളാം. കൊന്നാലും തിന്നാലും എന്നെയല്ലേ ആവുള്ളൂ. ആയിക്കോട്ടെ, തെറ്റ് ചെയ്തത് ഞാനല്ലേ, ശിക്ഷ ഞാൻ മാത്രമായിട്ട് അനുഭവിച്ചോളാം. क्या अब्बास हैं? यहीं ठहरो साहब, कोई मिलने को आया है? चला सा. நான் அங்கே வரலான் தான் இருந்தேன். அதுக்கு முன்னாடி நீ இங்கே வந்தது ரொம்ப நல்லதாக போச்சு. ക്ഷമിക്കണം, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ്. മറ്റാർക്കും അതിൽ യാതൊരു പങ്കുമില്ല. मैंने तेरे को 48 घंटे की मोहलत दी, लेकिन तूने ये शहर नहीं छोड़ा. मेरे इजाज़त के बगैर तूने दारू का धंधा शुरू किया और मेरे आदमी को मारा. ये मेरी गलती थी कि मैंने मेरे दुश्मन को जीने का मौका दिया. ആരെ എതിർക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. കയ്യിലുള്ള കുറച്ച് കാശ് വെച്ച് ജീവിക്കാൻ വേണ്ടി ഒരു പണി ചെയ്യുന്നു എന്ന് മാത്രം. കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. അതിൻ്റെ പിഴയായിട്ട് ആഴ്ചയിൽ 2000 രൂപ വെച്ച് എനിക്ക് തന്നോളണം. അത്രയും കാശൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ரொம்ப பேசுன ரேட்டிന് ഉയർടും. അബ്ബാസി, अरे चुप! ये जुर्माना सिर्फ तेरे वास्ते नहीं है, ये उन लोगों के वास्ते है जो लोग मेरे को तेरे कारोबार के बारे में नहीं बताया. उन सब लोगों को भी जुर्माना भरना पड़ेगा.